നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതിനു മുമ്പ് ചിലർ കൂടി വരാനുണ്ട്. ഇനി ആരാ വരാനുള്ള? കുറച്ചു ദിവസം ആ കുഞ്ഞിനെ വളർത്തിയത് നിങ്ങളാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ പോലീസിന്റെ സംശയങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരേണ്ടത് നിങ്ങളാണ്. ഞാൻ ചെയ്തത് തെറ്റാ. ഞാനതിന് അവരോട് മാപ്പ് പറയാം. നിയമത്തിന് ക്ഷമിക്കാൻ അറിയില്ല, ശിക്ഷിക്കാൻ മാത്രമേ അറിയൂ. ശിക്ഷിക്കാൻ മാത്രമല്ലല്ലോ, രക്ഷിക്കാനും കൂടിയല്ലേ നിയമം. രക്ഷിക്കേണ്ടവരെ രക്ഷിക്കും, പക്ഷെ കുറ്റം ചെയ്യുന്നവരോട് നിയമം ഒരു ദയയും കാട്ടാറില്ല. ഇവരെ മാനേജറുടെ റൂമിലേക്ക് കൊണ്ടുവാ. നടക്ക. അങ്ങോട്ടിരിക്കെ. ഇവരെങ്ങോട്ടും പോവാതെ നോക്കിക്കോണം. ഓക്കെ സാർ. ഒരാൾ ഇവിടെ നിൽക്കേ. ഓക്കെ. താൻ എന്റെ കൂടെ വാ. ആരെങ്കിലും ഒന്ന് പറ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അധികം സംസാരിക്കണ്ട. ആന്റി, ഇത് ആന്റിക്കുള്ളതാ. ഇതാര് തന്നതാ? മീനാക്ഷി, നിങ്ങളെന്താ ഇവിടെ? ഇന്നലെ ഇവിടെ വന്ന വലിയ ഷോയൊക്കെ കാണിച്ചിട്ട് പോയതല്ലേ? ആ കേസൊക്കെ നമുക്ക് തീർക്കണ്ടേ? അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അല്പം ഇമോഷണലായി പോയി. അല്ല, എന്റെ പേര് കേസെടുത്തെങ്കിൽ എന്നെ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ കൊണ്ടുപോകേണ്ടത്? പോലീസിനറിയാൻ പ്രതി എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. പ്രതിയുടെ ഇഷ്ടത്തിനല്ല, പോലീസുകാരുടെ സൗകര്യത്തിന് തെളിവെടുപ്പ് നടത്തുന്നത്. കാർത്തിക്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ കേൾക്കുമ്പോ തന്നെ എനിക്കിപ്പോ പേടിയാ. മീനാക്ഷി, നീയെങ്കിലും ഒന്ന് പറയൂ. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ അർച്ചനയുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഒരു ഓർഫനേജിൽ അതിക്രമിച്ച് കയറി കുട്ടികളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് ക്രിമിനൽ കുറ്റം. ജാമ്യം പോലും കിട്ടില്ല, അറിയാമോ? ഞാൻ മോഷ്ടിച്ചോണ്ട് പോകാനൊന്നും ശ്രമിച്ചിട്ടില്ല. കാർത്തിക് അവരോടൊന്ന് സംസാരിക്കുക. നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അതിനു മുമ്പ് ചിലർ കൂടി വരാനുണ്ട്. ഇനി ആരാ വരാനുള്ള? സച്ചേട്ടാ, നമ്മുടെ സച്ചേട്ടാ, നമ്മുടെ മോള് ഈ നിമിഷം മുതൽ ഇവൾ നമ്മുടെ മാത്രം മോളാ. ഇനി തന്റെ കയ്യിൽ നിന്ന് ഇവളെ കൊണ്ടുപോകാൻ ആരും വരില്ല. നിയമപരമായി തന്നെ നമ്മൾ ഇവളെ ദത്തെടുത്തു. ശരി എന്നാ. തനിക്കെന്താ വിശ്വാസം വരുന്നില്ലേ? തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചോദ്യം ചെയ്യാനൊന്നും അല്ലടോ. സച്ചിക്ക് സർപ്രൈസ് ആയിട്ട് ഈ കുഞ്ഞിനെ തനിക്ക് തരണമെന്ന് പറഞ്ഞു. ഈ പാവം ഇതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ? ഈ സർപ്രൈസിന് സാക്ഷ്യം വഹിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്.
താൻ ഭാഗ്യവതിയാ. ഇത്രയ്ക്ക് സ്നേഹമുള്ളൊരു ഭർത്താവിനെ ലോകത്ത് അധികം സ്ത്രീകൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അയ്യോ, ഞാൻ എന്റെ കാര്യം കൂടി ചേർത്താ പറഞ്ഞത്. അപ്പോ നേരത്തെ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വന്നവരോ അവരെവിടെ? അതോ സത്യം മനസ്സിലാക്കി അവര് ഇവളെ തന്നതാണോ? അവരെ കാണുന്നു അർച്ചനയ്ക്ക്. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങളുടെ പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും കുഞ്ഞിന്റെ പേരിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. കുഞ്ഞിനെ കൊണ്ടുവരൂ. ഇന്നലെ ആ സ്ത്രീ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് പോലീസൊന്നും വരില്ലല്ലോ അല്ലേ? ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ല. അഡോപ്ഷന്റെ എല്ലാ പ്രൊസീജിയേഴ്സും ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. SP-യുടെ റിപ്പോർട്ടും കിട്ടി. നിയമപരമായി ആ കുഞ്ഞ് ഇന്നു മുതൽ നിങ്ങളുടേതാ. പിന്നെ ഒരു കാര്യം, മാസത്തിലൊരിക്കൽ ഞങ്ങളുടെ ഹോം വിസിറ്റ് ഉണ്ടാവും. കുട്ടി നിങ്ങളോടൊപ്പം സുഖമായി ഇരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനാ. അതിന്റെ ആവശ്യമില്ല. അവിടെ അവക്ക് ഒരു കുറവുണ്ടാവില്ല. അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് കുഞ്ഞിന് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ കുഞ്ഞിനെ അപ്പൊ തന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾ ഒപ്പിട്ട് തന്ന സമ്മതപത്രത്തിൽ അത് വ്യക്തമായി ചേർത്തിട്ടുണ്ട്. ശരി മാഡം, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മാഡം. ആ ശരി. അത്രയും ദൂരം പോകാനുള്ളതല്ലേ? ശരി, ആയിക്കോട്ടെ. ശരി മാഡം. ശരി മാഡം. ആ ശരി. മേഡം, അവര് കുഞ്ഞിനെ കൊണ്ടുപോയോ? അവരിപ്പോ കുഞ്ഞുമായിട്ട് പോയതേ ഉള്ളൂ. ACP കാർത്തിക് പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. മാഡം, ഇത് ചീറ്റിംഗ് ആണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.